നമസ്കാരം. പ്രധാന വാർത്തകൾ. ആറളം ഫാമിൽ നാടൻ തോക്കുമായി 3 പേർ. വനംവകുപ്പ് ജീവനക്കാരെ കണ്ട് തോക്കുപേക്ഷിച്ചോടി. പിടിയിലായി. ആറളം ഫാമിൽ നാടൻ തോക്കുമായി 3 പേർ പിടിയിലായി. ആറളം സ്വദേശികളായ ബിബീഷ് മാത്യു, TR വിനോദ്, PK രാജേന്ദ്രൻ എന്നിവരാണ് പിടിയിലായത്. ഇവരിൽ വിനോദും രാജേന്ദ്രനും ചെത്തുതൊഴിലാളികളാണ്. വനംവകുപ്പിന്റെ പെട്രോളിംഗിനിടയിലാണ് മൂവരും പിടിയിലായത്. വനംവകുപ്പ് ജീവനക്കാരെ കണ്ട പ്രതികൾ കയ്യിലുണ്ടായിരുന്ന തോക്കുപയോഗിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഉദ്യോഗസ്ഥർ പിന്തുടർന്ന് പിടികൂടിയെന്നാണ് വിവരം. പിടിയിലായ ബിബീഷ് മാത്യു മാനിറച്ചി കൈവശം വെച്ച കേസിലും പ്രതിയാണ്. വടകരയ്ക്കും മാഹിക്കുമിടയിൽ റെയിൽവേ ലൈനിലെ സിഗ്നൽ കേബിളുകൾ മുറിച്ചുമാറ്റി. 2 പേർ കസ്റ്റഡിയിൽ. റെയിൽവേ ലൈനിലെ സിഗ്നൽ കേബിൾ മുറിച്ചുമാറ്റി. വടകരയ്ക്കും മാഹിക്കുമിടയിലെ പൂവട്ടാൻ ഗേറ്റിലാണ് സംഭവം. ട്രെയിനുകൾക്ക് സിഗ്നൽ ലഭിക്കാതായതോടെ നടത്തിയ പരിശോധനയിലാണ് സിഗ്നൽ കേബിളുകൾ മുറിച്ചുമാറ്റിയതായി കണ്ടത്. സിഗ്നൽ ലഭിക്കാതായതോടെ ഷൊർണൂർ ഭാഗത്തേക്കും മംഗലാപുരം ഭാഗത്തേക്കും പോകേണ്ട ട്രെയിനുകളുടെ യാത്ര തടസ്സപ്പെട്ടു. ട്രെയിനുകൾ വൈകി. കേബിൾ മുറിച്ചുമാറ്റിയത് മോഷ്ടാക്കളാണെന്നാണ് സംശയം. സംഭവവുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസ് ഇതര സംസ്ഥാനക്കാരായ 2 പേരെ കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. തീവ്രവാദി ഗ്രൂപ്പിന്റെ വധഭീഷണി. യോഗി ആദിത്യനാഥിന് സുരക്ഷ ശക്തമാക്കി. തീവ്രവാദി ഗ്രൂപ്പിന്റെ വധഭീഷണി മൂലം യോഗി ആദിത്യനാഥിന് സുരക്ഷ ശക്തമാക്കി. ഏകദേശം 1 കോടി രൂപയുടെ സുരക്ഷാ സാമഗ്രികൾ കൂടി യോഗിയുടെ സുരക്ഷയ്ക്കായി ഉൾപ്പെടുത്തി. ഡ്രോണുകൾ, ബോഡി ക്യാമറകൾ, നൈറ്റ് വിഷൻ ഉപകരണങ്ങൾ തുടങ്ങിയ യോഗിയുടെ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ പെടുന്നു. മറ്റ് അത്യാധുനിക സുരക്ഷാ ഉപകരണങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചില തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്നുള്ള വധഭീഷണിയുള്ള സാഹചര്യത്തിലാണ് സുരക്ഷ ശക്തമാക്കിയിരിക്കുന്നത്. പീഡനശ്രമം ചെറുത്ത മകളെ തലക്കടിച്ചു കൊന്നു. പിതാവ് പിടിയിൽ. 12 വയസ്സ് മാത്രമുള്ള സ്വന്തം മകളെ പീഡനശ്രമത്തിനിടെ കൊലപ്പെടുത്തിയ പിതാവ് അറസ്റ്റിൽ. പീഡനശ്രമം ചെറുക്കുന്നതിനിടെയാണ് ഇയാൾ കുട്ടിയെ കൊലപ്പെടുത്തിയത്. കടുത്ത മദ്യപാനിയും ലൈംഗിക വീഡിയോകൾക്ക് അടിമയുമാണ് അറസ്റ്റിലായ ആളെന്ന് പോലീസ് പറഞ്ഞു. അഞ്ചു മാസം മുമ്പ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അടൽ സേതുവിൽ വിള്ളൽ. 5 മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അടൽ സേതു എന്ന മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്കിൽ വിള്ളലുകൾ കണ്ടെത്തി. 2 അടി മുതൽ 3 അടി വരെ നീളമുള്ള വിള്ളലുകളാണ് പാലത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ഏകദേശം 7,840 കോടി രൂപ ചിലവിലാണ് പാലം നിർമ്മിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം, ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്നീ റെക്കോർഡുകൾ അടൽ സേതു നേടിയിരുന്നു. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. അടൽ സേതുവിൽ കണ്ടെത്തിയ വിള്ളലുകൾ മഹാരാഷ്ട്ര കോൺഗ്രസ് പ്രസിഡന്റ് നാനാ പടോലെ പരിശോധിച്ചു. സംസ്ഥാനത്ത് മുഴുവൻ അഴിമതിയാണെന്നും അഴിമതിയുടെ കൂടുതൽ ഉദാഹരണങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.